ഇവരുടെ ഈ ആത്മാർത്ഥ സൗഹൃദത്തിൽ കളങ്കം സൃഷ്ടിച്ചവും നിന്റെ ചിറ്റ തന്നെയായിരുന്നു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിഷ്ണു പറയുന്നത് കേട്ട് ആൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സൗഹൃദത്തെ പറ്റി തമാശയായിട്ട് പോലും ചിറ്റ തങ്ങളോട് പറഞ്ഞിട്ടില്ലെന്ന് അവൾ ഓർത്തു. വിഷ്ണു പറഞ്ഞ നേരാ മോളെ, ഞങ്ങൾ 3 പേരും സുഹൃത്തുക്കളായിരുന്നു. ഒരേ മനസ്സ് 3 ശരീരമായിട്ട് കഴിഞ്ഞ ആത്മാർത്ഥ സുഹൃത്തുക്കൾ. ലക്ഷ്മി പറഞ്ഞു തുടങ്ങിയായിരുന്നു ആ 3 സുഹൃത്തുക്കളുടെ സൗഹൃദത്തിന്റെ കഥ. മനക്കൽ തറവാട്ടിലെ ഒരേ ഒരു പെൺതരിയായിരുന്നു രാജേശ്വരി. രേവതി രാജേശ്വരിയുടെ തറവാട്ടിലെ കാര്യസ്ഥന്റെ മകൾ. കാര്യസ്ഥന്റെ മകളാണെങ്കിൽ പോലും രേവതിക്ക് ആ തറവാട്ടിലെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്നു. രാജേശ്വരിയും രേവതിയും സമപ്രായക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ പഠനം അവർ ഒന്നിച്ചായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് അവർ ഒന്നിച്ചായിരുന്നു MG കോളേജിൽ ജോയിൻ ചെയ്തത്. അവിടെ വെച്ചാണ് ലക്ഷ്മി രാജേശ്വരിയും രേവതിയും പരിചയപ്പെടുന്നത്. ക്ലാസ്സിൽ തനിച്ചിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന കുട്ടിയോട് അവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയായിരുന്നു. പതിയെ ആ പരിചയപ്പെടൽ ആത്മാർത്ഥ സൗഹൃദത്തിലേക്ക് വഴിമാറി. ലക്ഷ്മി കൂടി അവരോടൊപ്പം ചേർന്നു ആ രണ്ടുപേരുടെ സൗഹൃദത്തിന് ഒന്നുകൂടി മാറ്റുകൂടി. ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആരെയും അസൂയപ്പെടുന്ന രീതിയിലായിരുന്നു ആ 3 പെൺകുട്ടികളുടെയും സൗഹൃദം. പഠനത്തിലായാലും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളിലായാലും ആ 3 പേര് ഒരുപോലെ മുന്നിൽ തന്നെ നിന്നിരുന്നു. അങ്ങനെ അവരുടെ 1ാം വർഷ ഡിഗ്രി ക്ലാസ് അവസാനിക്കുന്ന സമയം. അവസാന പരീക്ഷയും കഴിഞ്ഞ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ രാജേശ്വരി ആഞ്ഞൊന്ന് ശ്വാസമെടുത്തു. അപ്പൊ ഇനി എന്താ പ്ലാന്? നേരത്തെ തീരുമാനിച്ച പോലെ മനക്കിലേക്കല്ലേ? രാജേശ്വരി പറഞ്ഞു. ലക്ഷ്മിയുടെ മുഖം വാടി. ലച്ചു, ഇന്ന് ഒരു ഒഴിവഴിയും പറയണ്ട. നീ എനിക്ക് വാക്ക് തന്ന ഇന്ന് എന്റെ കൂടെ വരാന്ന്. ഇന്ന് വന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങും. സത്യമായിട്ട് ഞാൻ പിണങ്ങുവേ. രാജേശ്വരി കവിൾ വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ലച്ചു ദയനീയമായി രേവതിയെ നോക്കി. നീ രേവുവിനെ നോക്കിയൊന്നും വേണ്ട. ഈ കാര്യത്തിൽ അവിടെ എന്റെ സൈഡാ അല്ലേ രേവു? രാജേശ്വരി പറഞ്ഞു. രേവതി അതേന്ന രീതിയിൽ തലയാട്ടി. അതല്ല രാജി, ലേറ്റായ വീട്ടിലെ പ്രശ്നമാവും. നിനക്കറിയാലോ അച്ഛൻ്റെ കാര്യം. കോളേജ് ടൈം കഴിഞ്ഞ് വീട്ടിലത്തെ ഒരു 5 മിനിറ്റ് പോലും ലേറ്റായ എവിടെ പോയി എങ്ങോട്ട് പോയി എന്നുള്ള 100 ചോദ്യങ്ങളാണ്. അതാ ഞാൻ ലച്ചുവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതോർത്ത് എന്നെ ലച്ചൂസ് വിഷമിക്കേണ്ട. നിന്റെ തന്തപ്പിടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നീ എന്ത് ചെയ്തു? അവൾ പറഞ്ഞു കേട്ടി രേവതി സംശയത്തോടെ ചോദിച്ചു. ലച്ചുവും സംശയത്തോടെ അവളെ നോക്കി. അതോ 2 ദിവസം മുന്നേ ഒരു വൈകിട്ട് ഏട്ടൻ ഞാൻ കൂടെ പുറത്തുപോയ സമയത്ത് വഴിയിൽ വെച്ച് നിന്റെ അച്ഛനെ കണ്ടിരുന്നു. എൻ്റെ കൂടെ ഏട്ടനുണ്ടായിരുന്നുകൊണ്ട് വലിയ കാര്യമായിട്ടാ പുള്ളിക്കാരൻ സംസാരിച്ച്. ആ സമയത്ത് ഞാൻ തഞ്ചത്തിലൊന്ന് ചോദിച്ചു നോക്കി, ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. ഏട്ടൻ കൂടെയുള്ളതുകൊണ്ടോ അതോ എൻ്റെ സംസാരത്തിന്റെ ഗുണം കൊണ്ടോ എന്തോ പുള്ളി അധികം ബലം പിടിക്കാതെ തന്നെ സമ്മതിച്ചു. രാജേശ്വരി പറഞ്ഞു കേട്ട് ലക്ഷ്മി അത്ഭുതത്തോടെ അവളെ നോക്കി. എന്നിട്ട് അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ? അത് നിന്നോട് ഞാൻ പറയാന്ന് പറഞ്ഞിരുന്നു. അവൾ അലസമായി പറഞ്ഞു. ലച്ചു അവളെ അടിമുടിയെ നോക്കി. അപ്പൊ ഇനി വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ? ചലോ മനക്കൽ തറവാട്. അതും പറഞ്ഞുകൊണ്ട് രാജേശ്വരി മുന്നേ നടന്നു. രേവതിയും ലച്ചുവും പരസ്പരം നോയി ചിരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ നടന്നു. സ്വർണ്ണലിപികളാൽ മനക്കൽ തറവാടിൽ നിന്ന് കൊത്തിവെച്ച മതിലേക്ക് നോക്കിയ ശേഷം രാജേശ്വരിയുടെയും രേവതിയുടെയും പിന്നാലെ ലച്ചു ആ ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറി. ആരോ വിരുന്നുകാരുണ്ടല്ലോ രേവു. മുറ്റത്ത് കിടക്കുന്ന ആഡംബരക്കാരിലേക്ക് നോക്കിക്കൊണ്ട് രാജേശ്വരി പറഞ്ഞു. ലച്ചു രേവതിയും പരസ്പരം നോക്കി. മൂവരകത്തേക്ക് കയറിയതും മുന്നിലെ സോഫയിൽ പ്രൗഢ ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന ആളുകളെ കണ്ട് രാജേശ്വരിയുടെ കണ്ണുകൾ വിടർന്നു. അമ്മായി തന്റെ അച്ഛന്റെ ഒരേ ഒരു സഹോദരി ദേവികയും ഭർത്താവ് സൂര്യമംഗൽ നാരായണവർമ്മയെ കണ്ടതും അവൾ സന്തോഷത്തോടെ അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നു. സുഖാണ് അമ്മായി, നിങ്ങൾ വരുന്നതിനെ കുറിച്ചൊരു മുന്നറിയിപ്പ് പോലും തന്നില്ലല്ലോ. അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരുവരോടായിട്ട് ചോദിച്ചു. നാരായണവർമ്മ ഫാമിലിയുമായിട്ട് മുംബൈയിൽ സെറ്റിൽഡ് ആണ്. അയാൾക്ക് അവിടെ നിരവധി ബിസിനസ്സുകളുണ്ട്. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു മോളെ. പിന്നെ തീരുമാനം ഞങ്ങളുടേതല്ലായിരുന്നു, ദേ അവന്റെയാ. സ്റ്റേറിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. രാജേശ്വരിയുടെ കണ്ണുകളോടൊപ്പം ലച്ചുവിന്റെയും രേവതിയുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു. അവിടെ ഉദിച്ച സൂര്യന്റെ മുഖകാന്തിയോടെ ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയുമായി പടികളിറങ്ങി വരുന്നവരിലേക്ക് കണ്ണുകൾ നട്ടതും രാജേശ്വരിയുടെ മുഖ അത്ഭുതത്തോടെ വിടർന്നു. സൂര്യേട്ടൻ? രാജേശ്വരിയുടെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ ലച്ചു അത്ഭുതത്തോടെ നോക്കിയായിരുന്നു സൂര്യമംഗലത്തെ ഇളമുറ തമ്പുരാൻ സത്യനാരായണവർമ്മയെ. സൂര്യേട്ടൻ? രാജേശ്വരി അതീവ സന്തോഷത്തോടെ അവന്റെ അരികിലേക്ക് ചെന്നു. എന്താ രാജിക്കുട്ടി, എന്നോട് തീരെ പ്രതീക്ഷയില്ലെന്ന് തോന്നുന്നു. അവളുടെ മുഖത്ത് അത്ഭുതം കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. സത്യേട്ട സൂര്യേട്ട, ഞാൻ ഏട്ടനോട് തീരെ പ്രതീക്ഷയില്ല കേട്ടോ. അലി തന്നെ സൂര്യേട്ട ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ട് എത്ര വർഷമായി? അവൾ പരിഭവത്തോടെ പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ചു. അത് രാജി പറഞ്ഞ നേരാ. ഇവൻ ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ട് തന്നെ എത്ര വർഷങ്ങളായി. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ അവ കണ്ട കാട്ടിലും വീട്ടിലും കറങ്ങിയടക്കുമല്ലേ. അവളെ അനുകൂലിച്ച് പറഞ്ഞുകൊണ്ട് രാജശേഖരൻ സൂര്യയുടെ തോളിലൂടെ കൈയിട്ടു. ഒന്ന് പോരാജേട്ടാ, അതിങ്ങനെ റിസർച്ചിന്റെ ഭാഗമുള്ള യാത്രകളാണ്. സൂര്യൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. കൂടാതെ ബാംഗ്ലൂർ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രൈബൽ ഹെൽത്ത് മെഡിസിൻ റിസർച്ചിലുമാണ്. അതിന്റെ ഭാഗമായി അവൻ പല ആദിവാസി ഏരിയകളിലും യാത്ര ചെയ്യാറുണ്ട്. നാളുകൾ അവിടെ താമസിച്ചാണ് ഓരോന്നിനെ കുറിച്ചും പഠിക്കുന്നത്.
പഠനവും റിസർച്ചൊക്കെയായി അവൻ നാട്ടിലേക്ക് വന്നിട്ട് തന്നെ ഏകദേശം 6-7 വർഷത്തോളം ആവുന്നു. അപ്പൊ പഠനമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സൂര്യൻ നാട്ടിൽ തന്നെ കാണുമല്ലേ? രാജശേഖരന്റെ അച്ഛൻ ഗോവിന്ദവർമ്മ ചോദിച്ചു. അതേ മാമേ, ഇനി നാട്ടിലൊരു ചെറിയ ആയുർവേദ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യണം. പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് അവൻ മുന്നിൽ നിൽക്കുന്ന 2 പെൺകുട്ടികളെ കാണുന്നത്. ഇത് ആ ഒരു സംശയത്തോടെ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. ആ, നിനക്ക് ഇവരെ മനസ്സിലായില്ലേ സൂര്യ? ഇത് നമ്മുടെ കാര്യസ്ഥൻ ദിവാകരന്റെ മോള രേവതി. പിന്നെ ഇത് ഇവരുടെ കൂട്ടുകാരി ലക്ഷ്മി. പരീക്ഷ കഴിഞ്ഞുകൊണ്ട് ഇന്ന് ലക്ഷ്മിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന രാജി പറഞ്ഞിരുന്നു. അവൻ നോക്കുന്നുണ്ട്. അവർക്കുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വന്ന രാജേശ്വരിയുടെ അമ്മ ശാരദ പറഞ്ഞു. അതിന് മറുപടിയായി അവൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. രേവതിയെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ ആളാകെ മാറിപ്പോയല്ലോ, അതറിയാൻ പറ്റാഞ്ഞത്. അവൻ പറഞ്ഞു. രേവതി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപ്പൊ ശരി, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതാ, പിന്നെ കാണാം. അതും പറഞ്ഞുകൊണ്ട് അവൻ ഉടുത്തിരുന്ന മുണ്ടിന്റെ അറ്റ ഒരു കയ്യിൽ പിടിച്ചു രാജശേഖരന്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി. അവൻ പോകുന്നത് നോക്കുന്ന രാജേശ്വരിയുടെ കണ്ണുകളിലെ പ്രണയത്തെ ലച്ചു ഒരു നിമിഷം നോക്കി നിന്നു. കുളി കഴിഞ്ഞിറങ്ങിയ ഒരു പെൺകുട്ടിയുടെ പിന്നിൽ ചെന്ന് രാജേശ്വരി ശബ്ദമുണ്ടാക്കിയതും അവൾ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. രാജി! അവളെ കണ്ടതും ആ പെൺകുട്ടിയുടെ കണ്ണുകൾ വിടർന്നു. ശ്രീയേഴ്ത്തി! രാജേശ്വരി ആ പെൺകുട്ടിയെ മുറുകെ പുണർന്നു. ലച്ചു, ഇതാ എന്റെ ഒരേ ഒരു ഏഴ്ത്തി ശ്രീദേവി, അമ്മാവിന്റെ മോള, കൂടാതെ എന്റെ ഭാവി നാത്തൂനും. സൂര്യന്റെ ഇളയാനുജത്തിയാണ് ശ്രീദേവി. ശ്രീദേവി രാജശേഖരൻ നമ്മുടെ വിവാഹം നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏഴ്ത്തി, ഇതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളാ ലക്ഷ്മി രേവതിയും. രാജേശ്വരി അവരെ പരസ്പരം പരിചയപ്പെടുത്തി. ദേവുവിനെ എനിക്കറിയാം, ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ലക്ഷ്മി ആദ്യമായിട്ട് കാണുക. ശ്രീദേവി പറഞ്ഞതും അവർ പുഞ്ചിരിച്ചു. വായിരിക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശ്രീദേവി അവർ 3 പേരെയും ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. വിശേഷങ്ങളൊന്നും ഞങ്ങൾക്കല്ലല്ലോ, ഏടത്തിക്കല്ലേ. ഇത്തവണ എന്തായാലും നിങ്ങളുടെ കല്യാണം കാണുന്ന അച്ഛൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടല്ലോ. രാജേശ്വരി കള്ളച്ചിരിയോടെ പറഞ്ഞു. ശ്രീദേവിയുടെ മുഖം ചുവന്നു കൊടുത്തു. അവൾ നാണത്തോടെ മുഖം കുനിച്ചു. അയ്യടാ, അപ്പോഴേക്കും നാണം വന്നു. അത് പോരാജി. അവർ കളിയാക്കിയതും അവൾ നാണത്തോടെ മുഖം പുത്തി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. രാജേശ്വരിയും ലക്ഷ്മി രേവതി ഇപ്പോൾ 3-ാം വർഷത്തിലേക്ക് കടന്നു. അതിനിടയിൽ രാജശേഖരന്റെയും ശ്രീദേവിയുടെയും വിവാഹം കഴിഞ്ഞു. ശ്രീദേവി 5 മാസം പ്രഗ്നന്റ് ആണ്. സൂര്യൻ നാട്ടിൽ തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും തുടങ്ങി. അവന്റെ എല്ലാ സഹായത്തിനും രാജശേഖരനും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിൽ സൂര്യനോടുള്ള രാജേശ്വരിയുടെ മൗനപ്രണയം ലച്ചുവിന് മാത്രം മനസ്സിലായി. ഒരു ദിവസം അവൾ അത് രാജേശ്വരിയോട് തുറന്നു ചോദിച്ചു. തന്റെ മുന്നിൽ വിളറി നിൽക്കുന്നവളെ ലച്ചു രൂക്ഷമായി നോക്കി. ലച്ചു, ഞാൻ... രാജേശ്വരി എന്തോ പറയാൻ തുടങ്ങിയതും ലച്ചു കൈ ഉയർത്തിയതിനെ തടഞ്ഞു. ഇത്രയും നാളും ഞങ്ങളറിയാത്തൊരു രഹസ്യം നിനക്കില്ലെന്നാ ഞങ്ങൾ കരുതിയത്. പക്ഷെ ഇപ്പൊ നിന്റെ ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഇന്ന് മറച്ചു വെക്കുമ്പോ ഞങ്ങളെന്താ കരുതേണ്ടത്? ലച്ചു ഗൗരവത്തോടെ ചോദിച്ചു. അവളുടെ മുഖം കുനിഞ്ഞു. നീ വാരി, ഇനി ഇവളായിട്ടുള്ള കൂട്ട് വേണമെന്ന് നമുക്ക് ഒന്നുകൂടി ആലോചിച്ച് തീരുമാനിക്കാം. ലച്ചു രേവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് തിരിഞ്ഞിടന്നു. അയ്യോ പോലെ ലച്ചു, ഞാനൊന്ന് പറയട്ടെ. അവൾ ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമില്ല ലച്ചു. പ്രണയം അതെനിക്ക് മാത്രമേ ഉള്ളൂ. മുഖം കുനിച്ച് നിന്നുകൊണ്ട് നിറകണ്ണുകളോടെ പറയുന്നവളെ ലച്ചു സംശയത്തോടെ നോക്കി. എന്നുവെച്ചാ എനിക്ക് സൂര്യേട്ടനെ ഇഷ്ടം. പക്ഷെ സൂര്യേട്ടൻ എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. അവൾ പറഞ്ഞു കേട്ട് ലച്ചു അന്തം വിട്ടുകൊണ്ട് അവളെ നോക്കി. അതേടാ, ചിലപ്പോഴൊക്കെ കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്ന ഞങ്ങൾ നോക്കിക്കുന്ന സൂര്യേട്ടനെ കണ്ടിട്ടുണ്ട്. എങ്കിലും ആ മനസ്സിൽ എന്നോട് പ്രണയമുണ്ടോയെന്ന് എനിക്കറിയില്ല. നീ ഇതുവരെ നിന്റെ ഇഷ്ടം പുള്ളിയോട് പറഞ്ഞിട്ടില്ലേ? അവൾ പറഞ്ഞിട്ട് ലച്ചു ചോദിച്ചു. ഇല്ല ലച്ചു, എനിക്ക് പേടിയാ. എന്നെ ഇഷ്ടമല്ലെന്നങ്ങനെ സൂര്യേട്ടൻ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ലടാ. അവൾ പൊട്ടിക്കരഞ്ഞോണ്ട് ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു. നീ ഇങ്ങനെ വിഷമിക്കാതെ രാജി. ആദ്യം നീ നിന്റെ മനസ്സിന് ഇഷ്ടം പുള്ളിയോട് ചെന്ന് പറയും. അറിഞ്ഞിടത്തോളം പുള്ളിക്ക് മറ്റൊരു ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നിന്റെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ. കൂടാതെ പുള്ളിയുടെ അനിയത്തിയല്ലേ നിന്റെ ഏട്ടൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും നിന്നെ സ്വീകരിക്കുകയും ചെയ്യും. നീ അതോർത്ത് പേടിക്കേണ്ട. ലച്ചു അവളെ ആശ്വസിപ്പിക്കാനെന്ന് വേണം ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ഓരോ ആശ്വാസവാക്കുകളും രാജേശ്വരിയിൽ പുതുപ്രതീക്ഷകൾ ഉണർത്തി. ദിവസങ്ങൾ പിന്നെയും ഓടി മറഞ്ഞു. അതിനിടയിൽ ലച്ചുവിന്റെ വിവാഹം ഉറപ്പിക്കുകയും അധികം വൈകാതെ അവളുടെ വിവാഹം നടക്കുകയും ചെയ്തു. ആളൊരു പട്ടാളക്കാരനായിരുന്നു, മഹാദേവൻ. ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണ്. വിവാഹം കഴിഞ്ഞ് ലച്ചുവിനെയും പുള്ളിക്കാരൻ കൂടെ കൊണ്ടുപോയി. പിന്നെ അവിടെ പഠിത്തമൊക്കെ അവിടെയായിരുന്നു. ലച്ചു പോയതും രാജേശ്വരിക്കും രേവുവിന് അതൊരുപാട് വിഷമമായി. എങ്കിലും മാസാമാസമുള്ള കത്തുകളിലൂടെ അവർ തങ്ങളുടെ സൗഹൃദം സൂക്ഷിച്ചു പോന്നു. ദിവസങ്ങൾ കഴിയുന്തോറും രാജേശ്വരിയുടെ ഉള്ളിൽ സൂര്യനോടുള്ള പ്രണയം കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും തന്റെ ഉള്ളിലെ പ്രണയം സൂര്യനെ അറിയിക്കാൻ രാജേശ്വരി ഒരുപാട് ശ്രമിച്ചുവെങ്കിലും പല കാരണങ്ങളാൽ അവൾക്കതിന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അവൾ പ്രതീക്ഷ കൈവിടാതെ പറ്റിയൊരു അവസരത്തിനായി കാത്തിരുന്നു. അങ്ങനെ സൂര്യന്റെ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന ദിവസം വന്നെത്തി. ഉദ്ഘാടനത്തിന് ലച്ചുവിന് ക്ഷണം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവളും ഭർത്താവിനൊപ്പം വന്നിരുന്നു. രാജി, സുഖാണോടി? എത്ര നാളായി കണ്ടിട്ട്? ദേവേട്ടന്റെ കൂടെ പോയ ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നിന്നെ രേവിനെയാ. ഉദ്ഘാടനത്തിന് വന്ന ലച്ചു രാജേശ്വരിയുടെ അരികിലേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. സുഖാണെടാ, ഞങ്ങൾക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു. പിന്നെ എന്തുകൊണ്ട് വിശേഷം? കുഞ്ഞുമാവ് എന്ത് പറയുന്നു?
ആൾ ലച്ചുവിന്റെ അല്പം വീർത്തു നിൽക്കുന്ന വയറിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. കുഞ്ഞുവാക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ 4 മാസം കഴിഞ്ഞു. പിന്നെ അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്തായാലും രാജി നിന്റെ കാര്യം, നീ പുള്ളിയോട് നിന്റെ മനസ്സിൽ ഇഷ്ടം തുറന്നു പറഞ്ഞോ? ഇല്ല ലച്ചു, ഇതുവരെ തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. ആൾ നിരാശയോടെ പറഞ്ഞു. ലച്ചുവളുടെ തോളിൽ തട്ടി. നീ ടെൻഷനാവാതെ രാജി, നീ നിന്റെ മനസ്സിലൂടെയല്ല ഇന്ന് തന്നെ നിന്റെ സൂര്യനോട് പറയണം. എനിക്ക് ഉറപ്പുണ്ട് നിന്റെ സൂര്യേട്ടൻ നിന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല, പുള്ളിക്ക് നിന്നെ ഇഷ്ടാവും. ലച്ചു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. രാജേശ്വരിയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. എന്തായാലും ഇന്ന് തന്നെ ഞാൻ എന്റെ ഇഷ്ടം സൂര്യേട്ടനോട് പറയും, ആൾ ഉറപ്പോടെ പറഞ്ഞു. ലച്ചു അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ പിന്നെ രേവ ഇവിടെ? ഞാൻ വന്നിട്ട് അവൾ ഇതുവരെ കണ്ടതേയില്ല. ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പേ, അവളെ അമ്മ എന്തോ ആവശ്യത്തിനായി കൂട്ടിക്കൊണ്ടുപോയതാ. എന്നാ വാ നമുക്ക് അങ്ങോട്ട് പോവാം. ലച്ചു രാജിയും ഉദ്ഘാടനം നടക്കുന്നിടത്തേക്ക് പോയി. മുഖ്യമന്ത്രിയായിരുന്നു ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം നടത്തിയത്. ഉദ്ഘാടനം കഴിഞ്ഞതും എല്ലാവരും മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു. ശ്രീയർത്തി സൂര്യനെ കണ്ടോ? മനസ്സിലുള്ള തന്റെ പ്രണയം തുറന്നു പറയാനായി രാജേശ്വരി കുറെ നേരമായി സൂര്യൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഒരിടത്ത് അവനെ കാണാതെ വന്നു. അവൾ ശ്രീദേവിയോട് ചെന്ന് ചോദിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് ഏട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, ഏട്ടൻ അവരുടെ അടുത്തുണ്ടാവും. ശ്രീദേവി തന്റെ കയ്യിലിരുന്ന് 6 മാസക്കാരൻ കുഞ്ഞുദേവതത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു. ആ നിമിഷം സൂര്യനോടുള്ള തന്റെ പ്രണയം അറിയിക്കുമ്പോഴുള്ള അവന്റെ പ്രതികരണത്തെ ഓർത്ത് അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഇവർ രണ്ടും ഇത് എവിടെ പോയി കിടക്കുക? മഹാദേവൻ വിളിച്ചതിനെ തുടർന്ന് പോവാനായി ഇറങ്ങിയതായിരുന്നു ലച്ചു. അവൾ യാത്ര പറയാനായി രാജേശ്വരി രേവതി അന്വേഷിച്ച് നടന്നു. ശ്രീയേച്ചി, ചേച്ചി രാജി രേവിനെ കണ്ടിരുന്നോ? അവൾ ശ്രീദേവിയുടെ അരികിലേക്ക് ചെന്നോട് ചോദിച്ചു. കുറച്ചു മുന്നേ രാജി സൂര്യനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടു. ചിലപ്പോൾ അകത്ത് കാണും. രേവിനെ കണ്ടില്ല. ലച്ചു പോവാറായോ? ആ ചേച്ചി, രാത്രിയിലെ ട്രെയിന്, വീട്ടിൽ ചെന്ന് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, ഞാൻ അവളോടൊന്ന് പറയട്ടെ. ആ ശരി. ലച്ചു രാജേശ്വരിയെ രേവിനെ അന്വേഷിച്ച് അകത്തേക്ക് നടന്നു. ഇടനാഴി കഴിഞ്ഞ് മുന്നിലേക്ക് നടന്നു. കുറച്ചു മാറിയൊരു തൂണിന്റെ സൈഡിലായി നിന്നുകൊണ്ട് സൂര്യൻ ആരോടോ സംസാരിക്കുന്നവൾ കണ്ടു. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയതും അതൊരു പെൺകുട്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി. രാജിയാണോ അത്? അവൾ സംശയത്തോടെ ഒന്നുകൂടെ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് സൂര്യൻ ആ പെൺകുട്ടിയെ തന്നെ നെഞ്ചോട് ചേർത്ത് മുറുകെ പുണരുന്നതും അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടുന്നതും അവളൊരു ഞെട്ടലോടെ നോക്കി നിന്നു. ഒരു നിമിഷം ഞെട്ടലോടെ ആ കാഴ്ച നോക്കിക്കൊണ്ടുന്ന ലച്ചുവിന്റെ ചുണ്ടിൽ പതിയെ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അപ്പൊ സൂര്യേട്ടനെ രാജി ഇഷ്ടായിരുന്നു അല്ലേ? സൂര്യന്റെ കൈക്കുള്ളിൽ പതുങ്ങിൽക്കുന്ന ആ പെൺകുട്ടി രാജിയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു. ശേഷം അവരുടെ ആ മധുരമായ പ്രണയ നിമിഷങ്ങൾ തല്ലിക്കെടുത്താൻ താല്പര്യമില്ലാതെ അവൾ തിരിഞ്ഞെടുക്കാൻ പെട്ടെന്ന് എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൾ വീണ്ടും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ ആ നിമിഷമാണ് സൂര്യന്റെ കൈക്കുള്ളിൽ നിന്ന് കുതിരി മാറിക്കൊണ്ട് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കിയത്. ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി ലച്ചുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. രേവു? അവൾ വിശ്വസിക്കാൻ കഴിയാത്ത പോലെ അവൾ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടതും സൂര്യൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഒരു ഒഴിഞ്ഞ മുറിയിലേക്ക് കയർന്ന് അവൾ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. ഈശ്വര, രേവു ആയിരുന്നു അത്? അവളും സൂര്യനും തമ്മില്? അപ്പൊ സൂര്യന് രാജി ഇഷ്ടായിരുന്നില്ലേ? രേവുവിനെ ആയിരുന്നു ഇഷ്ടം? ഭഗവാനെ, എന്തൊക്കെയാ നടക്കുന്നത്? ലച്ചു സ്ഥലകാലബോധം നഷ്ടപ്പെട്ടവളെ പോലെ അവളെ തന്നെ നിന്നു. പക്ഷേ രേവു, അവൾക്ക് അറിയാവുന്നതാണല്ലോ രാജിക്ക് സൂര്യനോടുണ്ടായിരുന്ന ഇഷ്ടം. എന്നിട്ട് അവൾക്ക് ഇങ്ങനെ ചതി രാജിയോട് ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു? ഈശ്വര, എന്റെ രാജി, അവളിതെങ്ങനെ സഹിക്കും? ലച്ചുവിനാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. സൂര്യേട്ടെന്ന് പറഞ്ഞ ആ പാവത്തിന് ജീവന, അദ്ദേഹത്തിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി പോലും കാത്തിരിക്കുന്ന അവളോട് ഇങ്ങനെ ചെയ്യാൻ രേവുവിന് തോന്നിയല്ലോ. ലച്ചുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് രേവതിയുടെ മുഖം കടന്നു വന്നു. ഇല്ല രേവതി, എന്റെ രാജിയെ ചതിച്ചുകൊണ്ട് നിന്നെ സന്തോഷത്തോടെ സൂര്യനോട് കൂടി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിനുമുമ്പ് എനിക്കറിയണം നീ എന്തിനാ പാവത്തിനോട് ഈ ചതി ചെയ്തു എന്ന്. അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുറുകിയ മുഖത്തോടെ അവൾ കയറി മുറിയിലേക്ക് നോക്കിയ ശേഷം തിരിഞ്ഞടന്നു. ആഹാ, പോയിട്ട് പെട്ടെന്ന് വന്നല്ലോ, രാജിയെ കണ്ടില്ലേ? തിരിഞ്ഞടക്കുമ്പോഴാണ് വരാന്തിയിൽ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടുവന്ന ശ്രീദേവി അവളോടായി ചോദിച്ചു. മനസ്സ് നിറയെ സൂര്യനും രേവതി രാജിയായിരുന്നുകൊണ്ട് തന്നെ ശ്രീദേവി ചോദിച്ചവൾ കേട്ടിരുന്നില്ല. താൻ പറഞ്ഞൊന്നും കേൾക്കാതെ ഏതോ ലോകത്തിൽ എന്ന പോലെ നടന്നു പോകുന്ന ലച്ചുവിനെ ശ്രീദേവി നെറ്റി വിളിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കി. ആ ലച്ചു! പെട്ടെന്ന് അവളുടെ കാലം നിടറിയതും ശ്രീദേവി ഞെട്ടിലോടെ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ലച്ചു, എവിടെ നോക്കിയാ നടക്കുന്ന മോളെ, ഇപ്പൊ വീണിരുന്നെങ്കിലോ? അവൾ പരിഭ്രമത്തോടെ അവളെ ചേർത്തെത്തിക്കൊണ്ട് ശാസിച്ചു. ആ ചേച്ചി, ഞാൻ കണ്ടിരുന്നില്ല, ഞാനെന്തോ ആലോചിച്ചുകൊണ്ട്. അവൾ ആകെ പേടിച്ചു പോയിരുന്നു. ശ്രീദേവിക്ക് അവളുടെ കയ്യിൽ പിടുത്തം കിട്ടിയില്ലായിരുന്നെങ്കിൽ വയറടിച്ചെന്നെ അവൾ നിലത്തേക്ക് വീഴുമായിരുന്നു. അതോർത്ത് അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. അറിയാതെ തന്നെ അവളുടെ കൈകൾ അല്പം ഉന്തിനിട്ടും തന്റെ വയറിലേക്ക് നീണ്ടു. ഇനി അതോർത്ത് ടെൻഷൻ ആവണ്ട, ഒന്നും പറ്റിയില്ലല്ലോ, ശ്രീദേവി പറഞ്ഞു. അവളൊരു വിളറിയ ചിരി മറുപടിയായി നൽകി. പിന്നെ രാജിയോട് രേവിനോട് യാത്ര പറഞ്ഞോ? പറഞ്ഞു ചേച്ചി. എന്നാ ഞാൻ പോട്ടെ, മയ്യേട്ടൻ അന്വേഷിക്കുന്നുണ്ടാവും. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. ചേച്ചി.
അവൾ ശ്രീദേവിയുടെ യാത്ര പറഞ്ഞുകൊണ്ട് വേഗം അവിടുന്ന് പുറത്തേക്ക് നടന്നു. അവൾക്ക് പിന്നെ ആരുടെയും മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. എത്രയും വേഗം മഹാദേവന്റെ കൂടെ അവിടുന്ന് പോയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വേഗം മഹാദേവന്റെ അരികിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്റെ അരികിലേക്ക് നടന്നു വരുന്ന രേവുവിനെയും രാജിയെ അവൾ കാണുന്നത്. രാജിയുടെ മുഖത്തേക്ക് നോക്കിയതും അവളിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം അവളുടെ കണ്ണുകളിൽ രേവതിയിൽ പതിഞ്ഞതും അവളുടെ കോപം നിറഞ്ഞു. തുടരും.